ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി സ്വല്ലല്ലാഹു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദീനാ വലിഅസാതീദിനാ വലിലുലമാഇ വൽമുസന്നിഫീൻ വഗ്ഫിർ ലനാ വലിജമീഇൽ മുഅ്മിനീൻ. രണ്ട് കുല്ലിയകൾക്കിടയിലുള്ള നിസ്ബകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ആമ്മ ഖസ് മിൻ വജ്ഹി. ഉദാഹരണം പറഞ്ഞു ഹൈവാൻ അബിയദ്. അവിടെ 3 വിധ മാദകൾ ഉണ്ടാവും. ഹൈവാനാണ്, അബിയദല്ല, അങ്ങനത്തെ വസ്തുക്കൾ. ഉദാഹരണം ആന. ഇനി അബിയദാണ്, ഹൈവാനല്ല, ഒരു വെള്ള പേപ്പർ കടലാസ്, അത് അബിയദാണ്, ഹൈവാനല്ല. ഇങ്ങനെ 2 തഫാറുഖിന്റെ മാദകളും രണ്ടും കൂടിയും ആണ്. അങ്ങനത്തെ ഒരു തവാഫുഖിന്റെ മാദയും, അതാണ് ഒരു വെള്ള കൊക്ക്, അബിയദും ആണ്, ഹൈവാനുമാണ്. ഈ 3 വിധ മാദകൾ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അത് ആമ്മ ഖസ് മിൻ വജ്ഹി ആയിരിക്കും. അത്തരം ആമ്മ ഖസ് മിൻ വജ്ഹികളുടെ നഖീലകൾ പരസ്പരമുള്ള നിസ്ബ എന്തായിരിക്കും? മുത്തസാവിയാനിന്റെ നഖീല അതും മുത്തസാവിയാനി ആയിരിക്കും എന്ന് പറഞ്ഞു. ആമ്മ ഖസ് മുത്തലഖിന്റെ നഖീലയും ആമ്മ ഖസ് മുത്തലഖ് തന്നെ ആയിരിക്കും. പക്ഷേ ആദ്യം ആമ്മ ആയിരുന്ന ഭാഗം നഖീലയാക്കുമ്പോൾ അഖസും, ആദ്യം അഖസായിരുന്ന ആ ഭാഗം നഖീലയാക്കുമ്പോൾ ആമ്മുമായി മാറും. ആമ്മ ഖസ് മിൻ വജ്ഹിയെ കുറിച്ച് പറഞ്ഞാൽ അതിന്റെ നഖീലകൾ ചിലത് മുത്തബായിനാനിയായിരിക്കും, ചിലത് ആമ്മ ഖസ് മിൻ വജ്ഹി തന്നെ ആയിരിക്കും. 2 രൂപത്തിലും വരാം. അപ്പൊ രണ്ടും കൂടിയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒന്ന് പ്രയോഗിച്ചതാണ് ഈ തബായുനുൻ ജുസ്ഇയ്യുൻ എന്നത്. ഭാഗികമായ തബായുന് അത് ആമ്മ ഖസ് മിൻ വജ്ഹിയിലുണ്ട്, മുത്തബായിനാനിയിൽ ഏതായാലും ഉണ്ട്. മുത്തബായിനാനി ആകുമ്പോൾ ഇതൊന്നും അതല്ല, അതൊന്നും ഇതല്ല എന്ന് പൂർണ്ണ എതിരി വരാണ്, ഒരു നിലക്കും തവാഫുക്കാവാതെ വരാണല്ലോ. അപ്പൊ ഏതായാലും അല്ലാത്തൊരവസ്ഥ, ഒരു തബായുന് കുറച്ച് ഏതായാലും ഉണ്ടല്ലോ, മുഴുവനാകുമ്പോ കുറച്ച് അതിൻ്റെ ഉള്ളിൽ ഏതായാലും ഉൾപ്പെട്ടു. ആമ്മ ഖസ് മിൻ വജ്ഹിയിലും തബായുനുണ്ട്. ഇത് അതല്ല അല്ലെങ്കിൽ അത് ഇതല്ല എന്ന് നഫി സാലിബായിട്ട് പറയാൻ പറ്റുന്ന ഒരവസ്ഥ ആമ്മ ഖസ് മിൻ വജ്ഹിയിലുമുണ്ട്. കാരണം അബിയദല്ലാത്ത ഹൈവാനുണ്ട്, ഹൈവാനല്ലാത്ത അബിയദുണ്ട്. അപ്പൊ ഒരു തബായുനിന്റെ ഒരു ചെറിയ വശം ആമ്മ ഖസ് മിൻ വജ്ഹിയിലുണ്ട്. മുത്തബായിനാനിയാകുമ്പോൾ മുഴുവനായിട്ട് തബായുൻ തന്നെയാണ്. അപ്പൊ രണ്ടിലും പറയാൻ പറ്റുന്ന ഒന്നാണ് തബായുൻ ജുസ്ഇയ്യുൻ എന്ന പ്രയോഗം. അങ്ങനെ ഒറ്റക്കൊരു നിസ്ബ ഉണ്ടായിട്ടല്ല. നിസ്ബ നമ്മൾ പറഞ്ഞ ആ 4 തന്നെ ഉള്ളു. ഖൗലുഹു തബായുനുൻ ജുസ്ഇയ്യുൻ. അത്തബായുനുൽ ജുസ്ഇയ്യു. എന്താ ഈ തബായുൻ ജുസ്ഇയ്യ്? ഹുവ സിദ്ഖു കുല്ലിൻ മിനൽ കുല്ലിയൈനി. 2 കുല്ലിയിൽ നിന്നുള്ള ഓരോന്നും സാദിഖാവുക, ബിദൂനിൽ ആഖരി, മറ്റേതിനെ കൂടാതെ. അത് ഇല്ല പക്ഷെ ഇതുണ്ട്, അല്ലെങ്കിൽ ഇതില്ല അതുണ്ട്. ഈ ഒരു അവസ്ഥ വരലാണ് തബായുനുൽ ജുസ്ഇയ്യ്. ഫിൽ ജുംല, പൊതുവെ എന്ന് പറഞ്ഞാൽ ഇതൊന്നും അതല്ല അതൊന്നും ഇതല്ല എന്ന് തീർത്ത് പറയാൻ പറ്റണമെന്നില്ല. ഇതല്ലാതെ അതും അതല്ലാതെ ഇതും തബായുനാകുന്നൊരവസ്ഥ ഉണ്ടായാൽ മതി. ആ ഒരു അവസ്ഥ ഉമൂമു ഖുസൂസ് മിൻ വജ്ഹിയിലുണ്ട്, മുത്തബായിനാനിയിലുണ്ട്.
അപ്പോ ഈ തബായുൻ ജുസ്ഇ ഉള്ളതോടുകൂടെ ഭാഗികമായെങ്കിലും പരസ്പരം എതിരാകുന്ന ഒരു അവസ്ഥ ഉണ്ടായതോടുകൂടെ ഫഇൻ സദഖ, അവിടെ നോക്കണം, രണ്ടും സാദിഖാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയലൻ വീണ്ടും ഒപ്പം സാദിഖാവുക എന്ന് പറഞ്ഞാൽ എതിരാകുന്ന ചിലതൊക്കെ ഉണ്ടെങ്കിലും ചിലത് യോജിക്കുന്ന ചിലതും ഉണ്ട്. ആ അവസ്ഥയിലാണെങ്കിൽ കാന ബൈനഹുമ ഉമൂമു മിൻ വജിഹി, അവിടെ അമ്മ ഖസ് മിൻ വജിഹി എന്ന അവസ്ഥ ഉണ്ടാവും. ഇപ്പോ ഹൈവാനും അബിയതും തമ്മിൽ ചില മാതകളിൽ എതിരാകുന്നുണ്ട്. ഹൈവാനാണ് പക്ഷെ അബിയതാകുന്നില്ല, അബിയതാണ് അല്ലെങ്കിൽ ഹൈവാനാകുന്നില്ല, ഈ അവസ്ഥ വരുന്നുണ്ട്. അതോടൊപ്പം ചില മാതകൾ രണ്ടും കൂടിയും ആണ് അങ്ങനെ സാധിക്കാകുന്ന അവസ്ഥ അതുണ്ടല്ലോ. അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോ അത് അമ്മ ഖസ് മിൻ വജിഹി ആയിരിക്കും. ഇനി വഇല്ലം യസ്ദുഖാ, ഈ രണ്ട് കുല്ലികൾ സാദിഖാകുന്നില്ലെങ്കിൽ, ഒപ്പം സാദിഖാകുന്ന ഒരു അവസ്ഥ ഇല്ല, അസലൻ തീരെ തന്നെയല്ല. ഇപ്പോ ഇൻസാനൊന്നും ഹജറും ആകുന്നില്ല, ഹജറൊന്നും ഇൻസാനാകുന്നില്ല, കുറച്ചാകുന്നില്ല എന്നുള്ളതല്ല, ഒന്നും ആകുന്നില്ല. രണ്ടും കൂടി സാദിഖാകുന്ന ഒരു രൂപവും ഇല്ല. അങ്ങനെ വന്നാൽ കാന ബൈനഹുമാ തബായുൻ കുല്ലിയും, അവിടെ തബായുൻ കുല്ലിയും ഉണ്ടാകും. അപ്പൊ ചിലത് മുത്തബായിനാനി ആയിരിക്കും, ചില നഖീലകൾ പരസ്പരമുള്ള ബന്ധം ആമ്മ ഖസ് മിൻ വജിഹിയും ആയിരിക്കും. രണ്ടിടത്തും പറയാൻ പറ്റുന്ന ഒന്നാണ് ഭാഗികമായിട്ടെങ്കിലും പരസ്പരം എതിരാകുന്ന ഒരവസ്ഥ. അതാണ് തബായുൻ ജുസ്ഇയ്യുൻ ഫിൽ ജുംല. ഇതിലുണ്ട് അതില്ല, അതിലുണ്ട് ഇതില്ല, ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നു ചേരുക. ഫത്തബായുനുൽ ജുസ്ഇയ്യു, അപ്പൊ ഈ തബായുൻ ജുസ്ഇയ്യ് യതഹഖഖു, അത് ഉണ്ടായിത്തീരുന്നു ഫീ ളിംനിൽ ഉമൂമി മിൻ വജിഹി, ഉമൂമു മിൻ വജിഹിന്റെ ഉള്ളിലും, വഫീ ളിംനി തബായുനുൽ കുല്ലിയി, തബായുൻ കുല്ലിയിന്റെ ഉള്ളിലും, രണ്ടിലും അത് ഉണ്ടായിത്തീരുന്നുണ്ട്. അയ്ളൻ വീണ്ടും, അപ്പൊ രണ്ടിടത്തും ഉണ്ടായിത്തീരുന്നുണ്ട്. തബായുൻ ജുസ്ഇ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത്രയും പറഞ്ഞത്. ഇനി അതിന്റെ നഖീലുകൾ തമ്മിലുള്ള നിസ്ബയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം. ഇനി ഇന്നൽ അംറൈനി, രണ്ട് കാര്യങ്ങൾ, അല്ലതൈനി, എങ്ങനത്തെ രണ്ട് കാര്യങ്ങളാ? ബൈനഹുമ ഉമൂമു മിൻ വജിഹി, അത് രണ്ടിന്റെ ഇടയിലുള്ള ബന്ധം ഉമൂമു മിൻ വജിഹിയാണ്. ഖദ് യകൂനു ബൈന നഖീലൈഹിമ, അത്തരം രണ്ട് കാര്യങ്ങളുടെ നഖീലുകൾക്കിടയിലും ഉണ്ടായേക്കും അയ്ളൻ വീണ്ടും അൽ ഉമൂമു മിൻ വജിഹി അമ്മ ഖസ് മിൻ വജിഹി എന്ന അവസ്ഥ ഉണ്ടാവും. അപ്പോ അസുൽ ഐനിലും അതിന്റെ നഖീലയിലും രണ്ടിലും ഇങ്ങനെ വരാം. ഹൈവാൻ അബിയല് പോലെ, ഹൈവാനും അബിയല് ഫൈന്റെ ബൈന നഖീലൈഹിമ, അത് രണ്ടിന്റെ നഖീൽ എടുത്തു നോക്കുക. ഹൈവാന്റെ നഖീല ലാ ഹൈവാനും, അബിയലിന്റെ നഖീല ലാ അബിയലും. അതും തന്നെ അയ്ളം വീണ്ടും ഉമൂമു മിൻ വജിഹിയാണ് എന്ന് പറഞ്ഞാൽ മൂന്ന് മാതകളും അവിടെ സ്ഥിരപ്പെടും. ലാ ഹൈവാനാണ്, ലാ അബിയല് അല്ല, ലാ അബിയലാണ്, ലാ ഹൈവാൻ അല്ല, എന്നാ രണ്ടും കൂടിയും ആണ്. അങ്ങനെ മൂന്ന് വിധത്തിലുള്ള മാതയും അവിടെ സ്ഥിരപ്പെടും. അപ്പൊ ലാ ഹൈവാനാണ് തഫാറുക്കാകുന്ന മാതകൾ പറയാം. ഒരു വെള്ള പേപ്പർ, ആ വെള്ള പേപ്പർ ലാ ഹൈവാനാ, ഹൈവാൻ അല്ലാത്തൊരു വസ്തുവാണ്. എന്നാൽ ലാ അബിയലാണോ? അല്ല. ലാ അബിയത് എന്ന് പറഞ്ഞാൽ അബിയത് അല്ലാത്തതല്ലേ? അബിയത് അല്ലാത്തത് അല്ല, മറിച്ച് പിന്നെ വെള്ള പേപ്പർ എന്ത് തന്നെയാണ്? അബിയത് തന്നെയാണ്. അപ്പൊ ആ വെള്ള പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം ലാ ഹൈവാനാണ് എന്ന് പറയാൻ പറ്റും, അബിയതായതുകൊണ്ട് ലാ അബിയതാണ് എന്ന് പറയാൻ പറ്റൂല. ഇനി ചിലത് ലാ അബിയതായിരിക്കും. ഇപ്പൊ ആന ലാ അബിയത, അബിയത അല്ലാത്തതാണ്. എന്നാ അതിനെക്കുറിച്ച് ലാ ഹൈവാൻ എന്ന് പറയാൻ പറ്റൂല, മറിച്ച് ഹൈവാൻ തന്നെയാണ്. ഇപ്പൊ തഫാറുഖിന്റെ രണ്ട് മാതകളായി. ഇനി രണ്ടും കൂടിയുമാണ്, ലാ ഹൈവാനും ആണ്, ലാ അബിയലും ആണ്. ഒരു കറുത്ത കല്ല്, കരിമ്പാറ, അത് ഹൈവാനല്ല, അബിയലും അല്ല. രണ്ടും പറയാൻ പറ്റുന്നതാണ്, രണ്ടും സാധിക്കാവുന്നതാണ്. അപ്പൊ മൂന്ന് വിധ മാതകൾ സ്ഥിരപ്പെട്ടു. ആമ്മ ഖസ് മിൻ വജിഹിയാണ്. തസാദുക്ക് ഉണ്ടാകുന്നെങ്കിലും രണ്ടും കൂടി പറയാൻ പറ്റുന്ന കരിമ്പാറ പോലത്തുണ്ടെങ്കിലും ലാ ഹൈവാൻ എല്ലാം ലാ അബിയതാണെന്നോ ലാ അബിയതെല്ലാം ലാ ഹൈവാൻ ആണെന്നോ ഒരു ജാനിബൊന്നും കുല്ലിയായി പറയാൻ പറ്റുന്നുമില്ല.
അത്തരം രണ്ട് കുല്ലികളുടെ മടക്കം റുജൂ ഒരു മൂജബ ജുസ്ഇയിലേക്കും രണ്ട് സാലിബ ജുസ്ഇകളിലേക്കും ആണ് എന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ ആമ ഖസ് മിൻ വജ്ഹി ആണ് തമ്മിലുള്ള നിസ്ബ എന്ന് തെളിയിക്കാവുന്ന വിധത്തിലാണ്. ലാ ഹൈവാനിൽ ബഅദ് ചിലത് ലാ അബിയദാണ് എന്ന് പറയാം. എന്നാൽ ചില ലാ ഹൈവാൻ ലാ അബിയദ് അല്ല എന്നും ചില ലാ അബിയദ് ലാ ഹൈവാൻ അല്ല എന്നും അങ്ങനെ രണ്ട് സാലിബുകളാക്കിയും പറയാം. വഖദ് യകൂനു ബൈന നഖീലൈഹിമ ചിലപ്പോൾ രണ്ട് ആമ ഖസ് മിൻ വജ്ഹിന്റെ നഖീലുകൾക്കിടയിൽ ഉണ്ടാകും തബായിനുൻ കുല്ലിയുൻ കുല്ലിയായ തബായിൻ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ പരസ്പരം മുതബായിനാനികളായിരിക്കും. ഇപ്പൊ ഹയവാനും ലാ ഇൻസാനും പോലെ ഹയവാനും ലാ ഇൻസാനും തമ്മിലുള്ള നിസ്ബ എന്താ? ഒന്നിങ്ങനെ നമ്മൾ ചിന്തിക്കണം, ഇത് നമുക്ക് ബോധ്യം വരണം. ഇതൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തി ഇങ്ങനെ പോകുമ്പോഴാണ് അർത്ഥം വെച്ച് പോകാൻ പ്രയാസം ഉണ്ടാവില്ല. കാര്യങ്ങൾ ബോധ്യപ്പെട്ട് പോകുമ്പോഴാണ് നമ്മുടെ മനസ്സൊന്ന് തുറക്കല്. അപ്പോഴാണ് കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായി മനസ്സിലാക്കാനുള്ള ഒരു ദിക്കത്തുന്നദർ നമുക്ക് ഉണ്ടായി വരില്ലേ, ആ ഒരു കഴിവ്. ലാ ഇൻസാൻ എന്ന് പറയുമ്പോൾ ഇൻസാൻ അല്ലാത്തത് എന്നാണ്. ഹൈവാനെല്ലാം ലാ ഇൻസാനാണ് എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. കാരണം ഹൈവാന്റെ കൂട്ടത്തിൽ ഇൻസാനും ഉണ്ട്. അപ്പോ ഹൈവാനെല്ലാം ഇൻസാൻ അല്ലാത്തതാണ് എന്ന് പറയാൻ പറ്റൂല. ഇനി അവിടുന്ന് ഇങ്ങോട്ട് കുല്ലിയായിട്ട് പറയാൻ പറ്റുമോ? ലാ ഇൻസാൻ എല്ലാം ഹൈവാനാണ് എന്ന് പറയാൻ പറ്റുമോ? ഇൻസാൻ അല്ലാത്തതൊക്കെ ഹൈവാനാ? അല്ല. ഇൻസാൻ അല്ലാത്ത ഫർസ് ഹിമാർ പോലത്തൊക്കെ ഹൈവാൻ ഉണ്ടെങ്കിലും ഹജർ ഷജർ പോലത്തെ ഒന്നും ഹൈവാൻ അല്ലല്ലോ. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ടും കുല്ലിയായി പറയാൻ പറ്റൂല, രണ്ട് ജാനിബൊന്നും പറ്റൂല. എന്നാൽ രണ്ടും കൂടിയും ആണ്. അങ്ങനെ തസാദുക്കാകുന്ന മാദ്ദകൾ ഉണ്ട്. ഹൈവാനും ആണ് ലാ ഇൻസാനും ആണ്. ഉദാഹരണം ഫർസ് കുതിര, അത് ഹൈവാനുമാണ് ലാ ഇൻസാനുമാണ്. ഈ അവസ്ഥയിലായതുകൊണ്ട് ഹൈവാനും ലാ ഇൻസാനും തമ്മിലുള്ള നിസ്ബ ആമ ഖസ് മിൻ വജ്ഹിയാണ്. ഇനി അതിന്റെ നഖീലുകൾ എടുത്തു. ഫഇന്ന ബൈനഹുമാ ഉമൂമൻ മിൻ വജ്ഹിൻ ഇവൽക്കിടയിലുള്ള ബന്ധം ഉമൂമൻ മിൻ വജ്ഹിയാണ്. വബൈന നഖീലൈഹിമാ അത് രണ്ടിന്റെയും നഖീലുകൾക്കിടയിലുള്ള ബന്ധം. നഖീലുകൾ ഏതാ? വഹുമൽ ലാ ഹൈവാനു വൽ ഇൻസാനു. ആ നഖീലുകൾക്കിടയിൽ മുബായനത്തുൻ കുല്ലിയത്തുൻ കുല്ലിയായ മുബായനത്താണുള്ളത്. ഹൈവാന്റെ നഖീല ലാ ഹൈവാന്, ലാ ഇൻസാന്റെ നഖീല ലാ ഇൻസാൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഉള്ള ലാ ഒന്നും കളഞ്ഞാൽ മതി, അപ്പൊ വെറും ഇൻസാൻ. അപ്പോ ലാ ഹൈവാനും ഇൻസാനുമാണ് അതിന്റെ നഖീലുകൾ. തമ്മിലുള്ള നിസ്ബന്ധ ലാ ഹൈവാനും ആണ് ഇൻസാനും ആണ്. അങ്ങനെ തവാഫുഖാകുന്ന വല്ല മാദ്ദയും ഉണ്ടോ? ഒരു വസ്തു അത് ലാ ഹൈവാനാ, ഹൈവാൻ അല്ലാത്തതാ. അതേ സമയത്ത് അത് ഇൻസാനുമാണ്. അങ്ങനെ ഉണ്ടോ? ഉണ്ടാവില്ലോ. കാരണം ഇൻസാൻ ആവണമെങ്കിൽ ആദ്യം അത് ഹൈവാൻ ആവണമല്ലോ. ഹൈവാന് പോലും അല്ലെങ്കിൽ അത് ഇൻസാൻ ഒരിക്കലും ആകൂല. അപ്പൊ രണ്ടും കൂടി തവാഫുഖാകുന്ന ഒരു മാദ്ദ ഒട്ടും ഇല്ല, തീരെ ഇല്ല. അപ്പൊ മുതബായിനാനിയാണ്. അപ്പൊ ആമ ഖസ് മിൻ വജ്ഹി ആകുന്ന ഹൈവാൻ ലാ ഇൻസാന്റെ നഖീലകൾ മുതബായിനാനിയായി അങ്ങനെയും വരും. അപ്പൊ രണ്ട് രൂപത്തിലും വരുന്നത് കൊണ്ട് ഫലിഹാദ ഇക്കാരണത്താൽ ഖാലൂ അവർ പണ്ഡിതർ ഇൽമുൽ മന്തിഖിന്റെ ആളുകൾ മീസാനിയങ്ങൾ പറഞ്ഞു, ഇന്ന ബൈന നഖീലയിൽ ആമി വൽ ഖസ് മിൻ വജ്ഹിൻ ആമ ഖസ് മിൻ വജ്ഹിന്റെ രണ്ട് നഖീലുകൾക്കിടയിലെ ഉണ്ട് തബായുനൻ ജുസ്ഇയൻ ജുസ്ഇയായ ഒരു തബായുന് അത് ഏതായാലും ഉണ്ട്. ലൽ ഉമമ മിൻ വജ്ഹി ഫഖത് ഉമം മിൻ വജ്ഹി ആണ് എന്ന് മാത്രം പറയാൻ പറ്റൂല. കാരണം ചിലത് മുതബായിനാനിയാവും. തബായിന് കുല്ലി ഫഖത് അത് മാത്രം പറയാൻ പറ്റും, അതും പറയാൻ പറ്റില്ല. ചിലത് ഉമൂസുസും മിൻ വജ്ഹി ആവും. അപ്പൊ രണ്ടും കൂടി പറയാൻ പറ്റുന്ന ഒന്നാണ് അവർ പറഞ്ഞിട്ട് പോയത്, തബായിന് ജുസ്ഇയ. ഖൗലുഹു കൽ മുതബായിനൈനി എന്ന് പറഞ്ഞാൽ കമാ അന്ന ബൈന നഖീലയിൽ ആമി വൽ അഖസി
മിംബജിഹി ആമ്മ ഖസ് മിംബജിഹിന്റെ രണ്ട് നഖീലകൾക്കിടയിൽ മുബായനത്തൻ ജുസിയത്തൻ മുബായനത്ത് ജുസിയത്ത് ഉള്ളതുപോലെ കദാലിക അപ്രകാരം ബൈന നഖീലയിൽ മുതബായിനൈനി മുതബായിനൈന്റെ രണ്ട് നഖീലകൾക്കിടയിലും ഉണ്ട് തബായുൻ ജുസിയുണ്ട്. അപ്പൊ മുതബായിനാനിന്റെ നഖീലകള് ചിലത് മുതബായിനാനായിട്ട് തന്നെ വരും, ചിലത് ആമ്മ ഖസ് മിംബജിഹി ആയിരിക്കും. ഫഇന്നഹു എന്തുകൊണ്ട്? കാരണം തീർച്ചയായും കാര്യം ലമ്മാ സ്വദഖ കുല്ലും മിനൽ ഐനൈനി രണ്ട് ഐനുകളിൽ നിന്ന് എല്ലാം സാദിഖായപ്പോൾ മഅ നഖീലിൽ ആഖരി മറ്റേതിന്റെ നഖീലിന്റെ കൂടെ സാദിഖായപ്പോൾ രണ്ട് മുതബായിനകൾക്ക് ഉദാഹരണം എഴുതിയെടുക്കി. ഷജറും ഹജറും ആയിക്കോട്ടെ, ഷജറൊന്നും ഹജറുമല്ല, ഹജറൊന്നും ഷജറുമല്ല. അപ്പോ ഇത് പരസ്പരം ഒരിക്കലും സാദിഖാവൂല. പിന്നെ ഷജറിന്റെ കൂടെ സാദിഖാവണമെങ്കിൽ അത് ഹജർ ആവരുത്. ഹജർ ആവാത്തൊരു വസ്തുവാണ് ഷജർ. അതുപോലെ ഹജറിന്റെ കൂടെ സാദിഖാവണമെങ്കിൽ ഹജർ എന്ന ആ വസ്തുവിനെ പറ്റി പറയാൻ പറ്റണോ? ആ വസ്തു ഷജറാവാനും പറ്റൂല. അപ്പൊ ഷജറിന്റെ കൂടെ ലാ ഹജറെ സാദിഖാവുള്ളൂ, ഹജറിന്റെ കൂടെ ലാ ഷജറെ സാദിഖാവുള്ളൂ. ഇൻസാന് ഹജർ അവിടെ നമുക്ക് കാണാം. ഇൻസാനാണോ എന്നാ പിന്നെ അത് ഹജർ ആവാൻ പറ്റൂല, ലാ ഹജറായിരിക്കും. ഹജറാണോ എന്നാ പിന്നെ അത് ഇൻസാനാവാൻ പറ്റൂല, ലാ ഇൻസാനായിരിക്കും. അപ്പൊ രണ്ട് ഐനിൽ നിന്ന് ഒന്നുണ്ടോ എന്നാ മറ്റേതിന്റെ നഖീലയായിരിക്കും അവിടെ ഉണ്ടാകുക. അപ്പൊ സ്വദഖ കുല്ലും മിനൽ നഖീലൈനി നഖീലകളിൽ നിന്ന് ഓരോന്നും മാ ഐനിൽ ആഖരി മറ്റേതിന്റെ ഐനിനോട് ഇങ്ങോട്ട് തിരിച്ചും പറയാൻ പറ്റുമല്ലോ. അപ്പൊ ഷജറിന്റെ കൂടെ ലാഹജർ ആണെങ്കിൽ ആ ലാഹജറിന്റെ കൂടെ ഷജർ ഇങ്ങോട്ടും ലാഹജറാകുന്ന വസ്തു ഷജറാണ് എന്ന് പറയാം. ഇത് അതാണ് കാരണം സാദിഖാവുമ്പോ അത് ഇതും ആകുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഒരു നഖീല മറ്റേതിന്റെ ഐനിനോട് കൂടെ സാദിഖാകുന്നു. അപ്പൊ ആ ഐന് ഈ നഖീലന്റെ കൂടെ സാദിഖാകുന്നു. അപ്പൊ നഖീല ഉണ്ടാകുമ്പോ ഐനില്ലാത്തൊരവസ്ഥ വരുന്നു. അപ്പൊ യസ്തുഖു കുല്ലും മിനൽ നഖീലൈനി ഒന്നിന്റെ നഖീലുണ്ടോ മറ്റേതില്ല. ഈ നഖീൽ ഉണ്ടാകുമ്പോ മറ്റേതിന്റെ ഐനാണ്, അപ്പൊ മറ്റേ നഖീൽ ഉണ്ടാകണില്ല. അപ്പൊ ഒന്ന് സാദിഖാവുമ്പോൾ മറ്റേത് സാദിഖാവാത്തൊരു അവസ്ഥ നഖീലുകൾക്കിടയിലുണ്ട്. അതോടുകൂടി ഫിൽജുംല തബായുൻ ഏതായാലും ഉണ്ടായി. ഫിൽജുംല അതാണുള്ള തബായുൻ ജുസിയ്. അത് എല്ലായിടത്തും ഉള്ള അവസ്ഥയാണോ നാ മുതബായിനാനിയാവും. അല്ല ഈ ചിലയിടത്ത് മാത്രമുള്ള അവസ്ഥയാണോ അപ്പൊ ആമ്മ ഖസ് മിംബജിഹിയും ആകും. ശേഷം പറയുന്നതും കൂടി മനസ്സിലാക്കിയിട്ട് ഒന്ന് ആവർത്തിച്ച് കേൾക്കുക. സുമ്മ ഇന്നഹു പിന്നെ തീർച്ചയായും ഈ തബായുൻ ജുസ്ഇ എന്ന സംഗതി ഖദ് യതഹഖഖു അത് ഉണ്ടാകും ഫീ ളിമ്മി തബായുനിൽ കുല്ലിയി തബായുന് കുല്ലിയിന്റെ കൂടെ ഉണ്ടാകും. തബായുൻ ജുസ്ഇ എന്ന് പറയുമ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് കൂടാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. ആ ഒരു അവസ്ഥ തബായുന് കുല്ലിയിൽ ഏതായാലും ഉണ്ട്. കാരണം ഒരുമിച്ച് കൂടാൻ പറ്റാത്ത അവസ്ഥയേ ഉള്ളൂ. അതിനുദാഹരണം മൗജൂദ് മഅദൂമാകുന്ന മുതബായിനാനികൾ അതിന്റെ നഖീലകൾ മൗജൂദിന്റേത് ലാ മൗജൂദും മഅദൂമിന്റേത് ലാ മഅദൂമും. ഫഇന്ന ബൈന നഖീലൈഹിമാ അത് രണ്ടിന്റെയും രണ്ട് നഖീലുകൾക്കിടയിലുണ്ട്. അത് ഏതാ? ലാ മൗജൂദും ലാ മഅദൂമുമാണ്. അയ്ളൻ വീണ്ടും മൗജൂദ് മഅദൂമിലുള്ളതുപോലെ തബായുൻ കുല്ലിയാണുള്ളത്. തബായുൻ ജുസ്ഇ ഏതായാലും ഉണ്ട്. കാരണം മൗജൂദിനെ കുറിച്ച് മഅദൂം എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ മൗജൂദ് ലാ മഅദൂമായിരിക്കും. അപ്പൊ ലാ മഅദൂമിന്റെ കൂടെയാണ് മൗജൂദ് ഒരുമിച്ച് കൂടുന്നത്. അപ്പൊ ആ ലാ മഅദൂമിന്റെ കൂടെ ലാ മൗജൂദ് ഒരുമിച്ച് കൂടാൻ പറ്റാതെ വരുന്നുണ്ട്. ലാ മഅദൂമിന്റെ കൂടെ മൗജൂദ് ഒരുമിച്ച് കൂടാൻ പറ്റുന്നുണ്ടെങ്കിൽ ലാ മൗജൂദ് പറ്റൂല്ലോ. കാരണം വിപരീതങ്ങൾ ഇതിനല്ലേ പറ്റും. അപ്പൊ ലാ മഅദൂമിന്റെ കൂടെ ലാ മൗജൂദ് ഒരുമിച്ച് കൂടാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. അപ്പൊ അവിടെ ഒരു തബായുന് അവിടെ വന്നു എന്നത് ഉറപ്പാണ്. അപ്പൊ തബായുൻ ജുസിയായി.
പുറമെ ഇത് തമായിന് ജുസി മാത്രമല്ല, ഇനി ഒരുമിച്ച് കൂടാൻ പറ്റുന്ന ഒരു മാദ്ദയും ഇല്ലാത്തത് കൊണ്ട് അത് മുത്തബായിനാനി തന്നെയായി. ലാ മൗജൂദും ലാ മഅദൂമും തമ്മിലുള്ള നിസ്ബ മുത്തബായിനാനിയാണെന്ന് മനസ്സിലാക്കാൻ നല്ല സുഖ. കാരണം ലാ മൗജൂദ് പറഞ്ഞാൽ എന്താ അർത്ഥം? മൗജൂദ് അല്ലാത്ത വസ്തു മഅദൂമായിരിക്കും. ലാ മഅദൂം പറഞ്ഞാൽ എന്താ അർത്ഥം? മഅദൂം അല്ലാത്തത് അത് മൗജൂദും ആയിരിക്കും. അപ്പൊ മൗജൂദും മഅദൂമും എന്നുള്ള അർത്ഥമായി മാറിയില്ലേ? രണ്ടിന്റെയും നഖീലകൾ മൗജൂദും മഅദൂമും തമ്മിൽ മുത്തബായിനാനില്ലേ? ആ അർത്ഥം തന്നെയല്ലേ ഈ ലാ മഅദൂം ലാ മൗജൂദ് എന്നതിനുള്ളത്. തബായിന് ജുസ്ഇയ്യ് ഉണ്ട് എന്ന് പറഞ്ഞു. ചിലപ്പോൾ അത് ആമഹസ് മിംബജിഹി ആയിരിക്കും. അതാണ് വഖദ് യതഹഖഖു. ചിലപ്പോൾ ഈ തബായിന് ജുസ്ഇ ഉണ്ടാകും ഫി ദിംനിൽ ഉമൂമി മിംബജിഹി, ഉമൂമു മിംബജിഹിന്റെ ഉള്ളിൽ. കൽ ഇൻസാനി വൽ ഹജരി, ഇൻസാനി ഹജർ പോലെ. ഇൻസാൻ ഒന്നും ഹജറോ അല്ല, ഹജറൊന്നും ഇൻസാനല്ല, മുത്തബായിനാനിയാണ്. ഇന്ന ബൈന നഖീലൈഹിമ, അത് രണ്ടിന്റെയും നഖീലകൾ അതേതാ? ഇൻസാന്റേത് ലാ ഇൻസാനും ഹജറിന്റേത് ലാ ഹജറും. അതും ഉമൂമു മിംബജിഹികളാണ്. ലാ ഇൻസാനും ലാ ഹജറും. എന്തുകൊണ്ട്? ലാ ഇൻസാനും ലാ ഹജർ രണ്ടും കൂടി തവാഫുക്കാകുന്ന തസാദുക്കാകുന്ന മാദ്ദണ്ട് ഒരു വസ്തു. അത് ലാ ഇൻസാനും ആണ് ലാ ഹജറും ആണ്. അതാണ് ഇപ്പൊ ഫർസ്. ഇൻസാൻ ലാ ഇൻസാന, ഫർസ് ലാ ഇൻസാന, ഇൻസാൻ അല്ലാത്തൊരു വസ്തുവാണ്. എന്നാൽ ലാ ഹജർ, ഹജറും അല്ലാത്തൊരു വസ്തുവാണ് ഫർസ്. അപ്പോ ലാ ഇൻസാൻ ലാ ഹജർ ഇത് രണ്ടും സാദിഖാകുന്നുണ്ട് ഫർസിനെ കുറിച്ച്. എന്നാൽ ചില വസ്തുക്കൾ ലാ ഇൻസാൻ മാത്രമാണ്, ലാ ഹജർ ആകുന്നില്ല. അതേതാ? ഹജറന്നെ. കല്ല് ലാ ഇൻസാനാണ്, ഇൻസാൻ അല്ലാത്തൊരു വസ്തുവാണ്. ആ കല്ലിനെ കുറിച്ച് ലാ ഹജർ എന്ന് പറയാൻ പറ്റുമോ? അത് ഹജറല്ലേ? ആണ്. ചില വസ്തു ലാ ഹജറാണ്. ഉദാഹരണം സെയ്ദ്, ഇൻസാൻ. അത് ലാ ഹജറ, ഹജർ അല്ലാത്തൊരു വസ്തുവാണ്. അതിനെക്കുറിച്ച് ലാ ഇൻസാൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇൻസാനല്ലേ. അപ്പൊ തഫാറുഖാകുന്ന രണ്ട് മാദ്ദകളും ഉണ്ട്. അപ്പൊ മുതബായിനാനിയായ ഇൻസാൻ ഹജറിന്റെ നഖീലകൾ തമ്മിലുള്ള ഈ നിസ്ബ ആമഹസ് മിംബജിഹിയായി. അവിടെയും ഈ തവായിന് ജുസ്ഇയ്യുണ്ട്. രണ്ടും കൂടി ഒരുമിച്ച് പറയാൻ പറ്റുന്ന, രണ്ടും കൂടി ഒരുമിച്ച് പറയാൻ പറ്റാത്തൊരു വസ്തു ഉണ്ടായിത്തീരാ. തവായിന് ജുസ്ഇയ്യായി. ഇൻസാനെ കുറിച്ച് രണ്ടും കൂടിയും പറയാൻ പറ്റൂല, ഹജറിനെ കുറിച്ചും രണ്ടും കൂടിയും പറയാൻ പറ്റൂല. ഇൻസാനെ കുറിച്ച് ലാ ഇൻസാൻ എന്ന് പറയാൻ പറ്റൂല, ലാ ഹജർ എന്ന് പറയാൻ പറ്റിയാലോ. ഹജറിനെ കുറിച്ച് ലാ ഹജർ എന്ന് പറയാൻ പറ്റൂലോ, ലാ ഇൻസാൻ എന്ന് പറയാൻ പറ്റിയാലോ. അപ്പൊ രണ്ടും കൂടി സാധിക്കാവാത്തൊരു അവസ്ഥ ഏതെങ്കിലും ആവട്ടെ ഒരു മാദ്ദയിലെങ്കിലും വന്നാൽ അവിടെ തബായിന് ജുസ്ഇയ്യ് ഉണ്ടായി. ഫലിദാ ഖാലു, ഇതുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞത് ഇന്ന ബൈന നഖീലൈഹിമ, അത് രണ്ടിന്റെയും രണ്ട് നഖീലുകൾക്കിടയിൽ മുബായിനത്തൻ ജുസിയത്ത് ഉണ്ട് എന്നവർ പറഞ്ഞത്. ആ പറഞ്ഞ പ്രയോഗം ഹത്താ യസിഹ ഫിൽ കുല്ലി, അത് എല്ലായിടത്തും പറയാൻ പറ്റും എന്ന് പറഞ്ഞാൽ മുതബായിനാന്റെ അവിടെയും തബായിന് ജുസി എന്ന് പറയാം, ആമഹസ് മിംബജിഹിന്റെ അവിടെയും തബായിന് ജുസ്ഇയ്യ് എന്ന് പറയാം. ഹാദാ, ഇത് നീ പിടിച്ചോ, ഇത് നീ മനസ്സിലാക്കിക്കോ എന്നർത്ഥം. ഖുദ് ഹാദാ എന്നാണ്. അപ്പൊ കളയപ്പെട്ട ഫീലും ഫായിലും കളയപ്പെട്ടു. ആ കളയപ്പെട്ട ഫീലിന്റെ മഫ്ഊലാണ് ഹാദാ. അല്ലെങ്കിൽ ഹാ ഇസ്മു ഫീല്,
ഹുദ് എന്ന അർത്ഥത്തിന്, ഹാ നീ പിടിച്ചോ. ദാ ഇതിനെ, ആ ഇസ്മു ഫീല് ദമീർ ഫായില് ദാ എന്നുള്ളത് അതിന്റെ മഫ്ഊല് ഒന്നും കളയപ്പെട്ടിട്ടില്ല. അങ്ങനെയും തർക്കീബ് പറയാം. ഇനി മത്നിനെ ഒന്ന് കൂടി പരിശോധിക്കാം. മുത്തസാവിയാനിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന്റെ നഖീലുകൾ തമ്മിലുള്ള നിസ്ബയും മുത്തസാവിയാനി ആയിരിക്കും എന്ന് അവിടെ പറഞ്ഞു. ആം ഖസ് മുത്ലഖിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന്റെ നഖീലുകളും ആം ഖസ് മുത്ലഖ് തന്നെയാണ്. പക്ഷെ ആമിന്റെ നഖീല അഖസും അഖസിന്റെ നഖീല ആമും ആയിരിക്കും. ഇങ്ങനെയുള്ള കാര്യം അവിടെ സൂചിപ്പിച്ചു. പിന്നെ ആം ഖസ് മിൻ വജ്ഹി പറഞ്ഞു, അത് വിശദീകരിച്ചു. അതിന്റെ നഖീലുകൾ തമ്മിലുള്ള നിസ്ബയും പറഞ്ഞു. ഏറ്റവും ആദ്യം പറഞ്ഞിരുന്നത് മുത്തബായിനാനെ കുറിച്ചായിരുന്നു. പക്ഷെ അതിന്റെ നഖീല അവിടെ വെച്ച് പറഞ്ഞിട്ടില്ല. അതിവിടെ ലാസ്റ്റ് ഇപ്പോഴാണ് പറഞ്ഞത്. മുത്തബായിനിന്റെ നഖീലയും തബായിൻ ജുസിയായിരിക്കും എന്ന കാര്യം കൽ മുത്തബായിനൈനി എന്ന് പറഞ്ഞ് അവസാനത്തേക്ക് നീട്ടിവെച്ചു. അവിടെ മുത്തബായിനൈനി പറയുന്നിടത്ത് അതിന്റെ നഖീല പറയുകയാണെങ്കിൽ, നഖീലകൾ തമ്മിലുള്ള നിസ്ബ പറയുകയാണെങ്കിൽ അവിടെ തബായിന് ജുസിയായിരിക്കും എന്ന് പറഞ്ഞ്, പിന്നെ ആം അഖസ് മിൻ വജ്ഹി പറയുന്നിടത്തും ഇതേ ഈ തബായിൻ ജുസിന്റെ പരാമർശം വരുമ്പോ അക്ഷരങ്ങൾ കൂടുന്നുണ്ട്. അതേസമയം അത് ഇവിടെ വെച്ച് പറയുമ്പോ വേറെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ആം അഖസ് മിൻ വജ്ഹിന്റെ രണ്ട് നഖീലകൾ തമ്മിൽ തബായിന് ജുസിയാണ് എന്ന് പറഞ്ഞിട്ട് കൽ മുത്തബായിനൈനി, മുത്തബായിനൈനും അങ്ങനെ ആയതുപോലെ എന്ന് ആണ് ഖിയാസാക്കി പറഞ്ഞാൽ മതി, താരതമ്യപ്പെടുത്തി പറഞ്ഞാൽ മതി. അതായത് ഖിയാസിഹി അലാ നഖീലിൽ ആമി വൽ അഖസ് മിൻ വജ്ഹി, ആം അഖസ് നഖീലുകൾ ഖിയാസാക്കിയിട്ട് പറഞ്ഞാൽ ലഫ്ദ് കുറെ ചുരുങ്ങി കിട്ടും. വസാനി രണ്ടാമത്തേത്, ഈ തബായിന് ജുസ്ഇ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ എന്നാലും മനസ്സിലായല്ലോ. എന്തുകൊണ്ടാണ് മനസ്സിലായത്? തബായിന് ജുസ്ഇ എന്ന് പറഞ്ഞാല് മുത്തബായിനാനിയും അതുപോലെ ആം ഖസ് മിൻ വജ്ഹിയും രണ്ടിലും ഉൾക്കൊള്ളുന്ന ഒരു ആശയമാണ്. അപ്പൊ ഇത് രണ്ടും ആദ്യം തിരിയണ്ടേ, മനസ്സിലാവണ്ടേ. മുത്തബായിനാനെ കുറിച്ച് നമ്മൾ ആദ്യം പറയുമ്പോൾ അവിടെ തന്നെ തബായിൻ ജുസ്ഇ പറഞ്ഞാൽ ഈ ഉമൂമു ഖുസൂസ് മിൻ വജ്ഹി ഒക്കെ എത്തും മുമ്പേ അതിനെ കുറിച്ച് പറഞ്ഞാൽ ഉമൂമു ഖുസൂസ് മിൻ വജ്ഹി ശരിക്ക് പറയാ മനസ്സിലാക്കാതെ ഈ തബായിൻ ജുസ്ഇ തിരിയില്ല. അപ്പൊ ഉമൂമു ഖുസൂസ് മിൻ വജ്ഹിനെ കുറിച്ചുള്ള ചർച്ചയും കൂടി കഴിഞ്ഞിട്ട് പറഞ്ഞാലേ ഈ തബായിൻ ജുസ്ഇ തിരിയുള്ളൂ, മനസ്സിലാവുള്ളൂ. അതുകൊണ്ടും കൂടിയാണ് മുസന്നിഫ് ഇത് പിന്തിച്ചത്. അതാവസ്ഥാനി രണ്ടാമത്തെ വജ്ഹ് അന്ന തസവ്വുർ തബായിനുൽ ജുസ്ഇ, ഈ തബായിൻ ജുസ്ഇനെ മനസ്സിലാക്കൽ മിൻ ഹൈസു ഇന്നഹു മുജറദുൻ അൻ ഖുസൂസി ഫർദൈഹി, തബായിൻ ജുസ്ഇയിൽ രണ്ട് ഫർദ് വരുന്നുണ്ട്. ആ രണ്ട് ഫർദിൽ നിന്ന് ഒന്ന് മുത്തബായിനൈനിയാണ്, അത് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അതേ സമയത്ത് മറ്റൊരു ഫർദാണ് ആം ഖസ് മിൻ വജ്ഹി എന്നുള്ളത്, അത് പറഞ്ഞിട്ടില്ല. അപ്പൊ ആ രണ്ട് ഫർദുകളെ പ്രത്യേകം പറയാതെ അതിൽ നിന്ന് മാറ്റി നിർത്തി ഒറ്റക്ക് മുജറദായിട്ട് ഈ തബായിൻ ജുസ്ഇ എന്ന് മനസ്സിലാക്കുക എന്ന കാര്യം, അത് തബായിൻ ജുസ്ഇ മനസ്സിലാക്കൽ മൗഖൂഫുൻ തവഖുഫായതാണ് അലാ തസവ്വുരി ഫർദൈഹി, രണ്ട് ഫർദും തസവ്വുറാക്കലിന്റെ മേൽ തവഖുഫായതാണ്. അപ്പൊ തബായിൻ ജുസ്ഇ തിരിയണമെങ്കിൽ അതിന്റെ രണ്ട് ഫർദുകൾ മനസ്സിലാക്കേണ്ട വേണം. രണ്ട് ഫർദിൽ ഒന്ന് മുത്തബായിനാനിയും ഒന്ന് ആം ഖസ് മിൻ വജ്ഹിയുമാണ്. അതിൽ മുത്തബായിനാനി മാത്രം പറഞ്ഞതുകൊണ്ട് മനസ്സിലാകൂല. അല്ലതേനി എങ്ങനത്തെ രണ്ട് ഫർദ്? ഹുമ, അത് രണ്ടും അൽ ഉമൂമു മിൻ വജ്ഹിയും അതുപോലെ തബായിന് കുല്ലിയും രണ്ടുമാണ്. അപ്പൊ ഇത് രണ്ടും പറഞ്ഞിട്ടേ ആ തബായിൻ ജുസ്ഇ മനസ്സിലാവുള്ളൂ. ഫഖബല ദിക്രി ഫർദൈഹി, അതിന്റെ ഈ രണ്ട് ഫർദുകളെ കുറിച്ച് പറയും മുമ്പ്, കിലൈഹിമ അത് രണ്ടും പറയും മുമ്പ്, ലാ യതഅത്താ ദിക്റുഹു, തബായിൻ ജുസ്ഇനെ കുറിച്ചുള്ള പരാമർശം ലാ യതഅത്താ, അത് സൗകര്യമാകൂല, ഫലപ്രദമാകൂല. ഇനി മത്നിൽ പറഞ്ഞ ഒരു പ്രധാന കാര്യം അതാണ് വഖദ് യുഖാലു, ചിലപ്പോൾ പറയപ്പെടും അൽ ജുസ്ഇയ്യു, ജുസ്ഇ എന്ന് പറയപ്പെടും ലിൽ അഖസ്സു മിനശ് ശൈഇ, അഖസ്സു മിനശ് ശൈഇ എന്ന അർത്ഥത്തിന്.
അത് നമ്മൾ ഈ കുല്ലിയിന്റെ വിപരീതം പറഞ്ഞ ജുസ്ഇയല്ല, അത് മറ്റൊരർത്ഥത്തിലാണ്. അഖസ്സു മിന ശൈഇ എന്നാണ് അർത്ഥം. നമ്മളിപ്പോ പറഞ്ഞത് എന്തർത്ഥത്തിനായിരുന്നു? പലതിന്റെ മേൽ സാദിഖാവലിനെ ഫർള് ചെയ്യാൻ പറ്റാത്തത്. ഇത് ആ അർത്ഥത്തിനല്ല. ഒരു വിശാലമായ ഒന്നിന്റെ ഒരു ഭാഗം എന്നർത്ഥത്തിന്. അഖസ്സു മിന ശൈഇ, ആ ശൈഇ വിശാലമായിരിക്കും, അതിലേക്ക് അപേക്ഷിച്ച് അതിനേക്കാൾ അഖസ്സായ ഒന്ന്. ഇങ്ങനെ ഈ അർത്ഥത്തിന് ജുസ്ഇ പറയും. നൗഇനെ കുറിച്ച് പറഞ്ഞുകൊടുത്ത കുല്ലിയാത്തുൽ ഖംസിൽ നൗഇനെ കുറിച്ച് പറയുമ്പോൾ നൗ ഇളാഫി നൗ ഹഖീഖി എന്ന് പറയും പോലെയുള്ള ഒരു രീതിയാണ് ഇവിടെ. ജുസ്ഇയും തന്നെ ഹഖീഖിയായ ജുസ്ഇയും അതുപോലെ ഇളാഫിയായ ജുസ്ഇയും. ഹഖീഖിയായ ജുസ്ഇയാണ് നമ്മൾ ഇത്രയും സംസാരിച്ചിരുന്നത്. അത് ഒന്നിനെ കുറിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇതങ്ങനല്ല, പലതിന്റെ ഒരു ഭാഗം എന്ന അർത്ഥത്തിന് ജുസ്ഇ എന്ന് പറയുന്നു. ആ നിലയ്ക്ക് ഇൻസാൻ ജുസ്ഇയാണ്. കാരണം ഇൻസാനും ഇൻസാനല്ലാത്ത ഒരു ഒന്നാണ് ഹയവാന, അതിന്റെ ഒരു ഭാഗമാണല്ലോ ഇൻസാൻ. ആ നിലയ്ക്ക് അത് ഹഖീഖി ജുസ്ഇയല്ല, ആപേക്ഷിക ജുസ്ഇ. വഹുവ അഅമ്മു, ഈ പറഞ്ഞ ജുസ്ഇ അഅമ്മാണ്. ഹഖീഖി ജുസ്ഇനേക്കാൾ അഅമ്മാണ് ഈ അഖസ്സു മിന ശൈഇ എന്ന അർത്ഥത്തിലുള്ള ഇളാഫിയായ ജുസ്ഇ എന്ന് പറഞ്ഞാൽ ഹഖീഖി ജുസ്ഇയിൽ പെടാത്ത ഇൻസാൻ പോലോത്തതും ഇളാഫി ജുസ്ഇ എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ വഹുവന്റെ ളമീർ മടങ്ങുന്നത് ഈ ജുസ്ഇയിലേക്കാണ്, അഖസ്സിലേക്കല്ല. ഇനി അഖസ്സിലേക്ക് ളമീർ മടക്കിയിട്ട് വേറെ ഒരു സംഗതി ഇവിടെ പറയാൻ പോകുന്നുണ്ട്. അത് നമുക്ക് ശറഹിൽ നോക്കാം. ഖൗലുഹു വഖദ് യുഖാലുൽ ജുസ്ഇയ്യു ഇലാ ആഖിരി, യാനി അന്ന ലഫ്ദുൽ ജുസ്ഇയ്യി, ജുസ്ഇ എന്ന ലഫ്ദ് കമാ യുത്ലഖു അലൽ മഫ്ഹൂം, കമാ യുത്ലഖു അതിനെ പറയപ്പെടും പോലെ, അലൽ അൽ മഫ്ഹൂം അല്ലദീ യംതനിഉ അൻ യുജവ്വിസൽ അഖ്ലു സിദ്ഖഹു അലാ കതീരീന, പലതിനെ കുറിച്ച് പറയാൻ പറ്റലിനെ അഖ്ല് തജ്വീസാക്ക അംഗീകരിക്കൽ മുഹാലാണ്. ആ അർത്ഥത്തില് ജുസ്ഇ പറയാൻ പറ്റുന്നത് പോലെ കദാലിക അപ്രകാരം യുത്ലഖു ആ ജുസ്ഇനെ പറയപ്പെടും അലൽ അഖസ്സു മിന ശൈഇൻ, അഖസ്സു മിൻ ശൈഇൻ എന്ന അർത്ഥത്തിനും പറയും. ഫഅലൽ അവ്വലി, ആദ്യം പറഞ്ഞ അർത്ഥം അനുസരിച്ച്, നമ്മൾ ഇത്രയും വിശദീകരിച്ചിരുന്ന ആ ജുസ്ഇ അനുസരിച്ച് യുഖയ്യദു, അതിന് ഖൈദ് കൊടുക്കും. ഖൈദിൽ ഹഖീഖി, ഹഖീഖി എന്ന ഖൈദ് കൊണ്ട്. അതിനാണ് ജുസ്ഇ ഹഖീഖി എന്ന് പറയുന്നത്. വാലത്താനി, ഇപ്പൊ ഈ പരിചയപ്പെടുത്തുന്ന ജുസ്ഇ ഈ അർത്ഥത്തില് അഖസ്സു മിന ശൈഇ എന്ന അർത്ഥത്തിന് അതിനെ ബിൽ ഇളാഫി, ഇളാഫി എന്ന് ഖൈദ് കൊടുത്തുകൊണ്ട് ജുസ്ഇ ഇളാഫി എന്നും പറയും. വൽ ജുസ്ഇയ്യു ബിൽ മാനത്താനി, ഈ രണ്ടാമത്തെ അർത്ഥത്തിലുള്ള ജുസ്ഇ അഖസ്സു മിന ശൈഇ എന്ന അർത്ഥത്തിലുള്ള ജുസ്ഇ അഅമ്മു, അത് അഅമ്മാണ് മിൻഹു ജുസ്ഇനേക്കാൾ, ബിൽ മാനൽ അവ്വലി ആദ്യം പറഞ്ഞ അർത്ഥത്തിലുള്ള ജുസ്ഇനേക്കാൾ. ഹഖീഖി ജുസ്ഇനേക്കാൾ അഅമ്മാണ് ഇളാഫി ജുസ്ഇ. ഇത് കാരണം കുല്ലു ജുസ്ഇൻ ഹഖീഖിയൻ, ഹഖീഖിയായ ഏത് ജുസ്ഇയും അതൊക്കെ ഫഹുവ മുൻതരിജുൻ തഹ്ത മഫ്ഹൂമിൻ ആമിൻ, പൊതുവായ ഒരു അർത്ഥത്തിന്റെ തഹ്തിലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലാണ്, അതിന്റെ താഴെ കിടക്കുന്ന ഒരു ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് ഹഖീഖിയായ ജുസ്ഇ ഒക്കെ ഇളാഫിയായ ജുസ്ഇ എന്ന് പറഞ്ഞതിന്റെ പരിധിയിലും വരും. അതിന്റെ മീതെ ഒരു മഫ്ഹൂമുൻ ആമുണ്ട്. ഏതായിരിക്കും ആ മഫ്ഹൂമുൻ ആം? ഏത് ഹഖീഖി ജുസ്ഇന്റെ മീതയും ഉണ്ടോ? ഉണ്ട്. കാരണം ഏത് ഹഖീഖി ജുസ്ഇ ആണെങ്കിലും അതും ഒരു അർത്ഥം അല്ലേ. അപ്പോ അഖലുഹു മിനിമം അൽ മഫ്ഹൂം, മഫ്ഹൂം എന്നെങ്കിലും അതിനെ കുറിച്ച് പറയാൻ പറ്റൂല. അതിന്റെ മീതെ ഒരു മഫ്ഹൂമിന്റെ ഒരു ഭാഗമാണ് അത് എന്ന് പറയാൻ പറ്റൂല. അല്ലെങ്കിൽ അതൊരു ഷെയ് ആണെന്ന് പറയാൻ പറ്റില്ല. ഷെയ് അത് മാത്രമല്ലല്ലോ പറയുണ്ടല്ലോ. അല്ലെങ്കിൽ അതൊരു അമ്ര, ഒരു കാര്യമാണ് എന്ന് പറയാൻ പറ്റൂല. അപ്പൊ അമ്ര്, ഷെയ്ഖ്, മഫ്ഹൂം എന്നൊക്കെ പറയുന്ന പൊതുവായ ചില സംഗതികൾ അതിന്റെ തഹത്തിലെങ്കിലും ഈ ഹഖീഖിയായ ആ ജുസ്ഇ വന്നേക്കാം. അതുകൊണ്ട് മഫ്ഹൂമിന്റെ ജുസ്ഇ എന്നുള്ള ഹഖീഖിയ ജുസ്ഇനെ പറ്റി പറയാം. അല്ലെങ്കിൽ ഷെയ്ഖിന്റെ ഭാഗം എന്നുള്ള നിലക്ക് ഹഖീഖിയ ജുസ്ഇനെ പറ്റി പറയാം. അല്ലെങ്കിൽ അതും ഒരു കാര്യമാണ്, ഒരു അമ്രാണ്, അതിന്റെ ഒരു ഭാഗം എന്നുള്ള നിലക്ക് ഹഖീഖിയ ജുസ്ഇനെ പറയാം.
അപ്പൊ ഈ മഫ്ഹൂമ് ശൈഅ് അംറ് എന്നതിലേക്ക് അപേക്ഷിച്ച് അതൊരു ജുസ്ഇയായി. അപ്പൊ ഹഖീഖി ജുസ്ഇകളൊക്കെ ഇളാഫിയായിട്ടും ജുസ്ഇയാണ്. വല അക്സ, വിപരീതം പറയാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഇളാഫിയായ ജുസ്ഇയെല്ലാം ഹഖീഖിയാവണം എന്നില്ല. ഇതിൽ ജുസ്ഇയുൽ ഇളാഫിയു കാരണം ഇളാഫി ജുസ്ഇ ഖദ് യകൂനു, ചിലപ്പോൾ നഫ്സുൽ അംറിൽ അത് കുല്ലിയായിരിക്കും. കൽ ഇൻസാനി, അപ്പൊ ഇൻസാൻ എന്നത് ബിന്നിസ്ബത്തി ലിൽ ഹയവാനി, ഹയവാനിലേക്ക് നോക്കുമ്പോൾ അത് ഇളാഫിയ ജുസിയ, ഹയവാനിലേക്ക് ഇളാഫത്ത് ചെയ്തിട്ട് അത് ചേർത്തി നോക്കുമ്പോൾ അതൊരു ജുസിയ. എന്നാ ഹഖീഖി ജുസിനെ കുറിച്ച് പറയാൻ പറ്റൂല. അപ്പൊ ഹഖീഖി ജുസിനേക്കാൾ ആമാണ് ഇളാഫി ജുസി. അതാണ് വഹുവ അഅമ്മു എന്ന് പറഞ്ഞത്. ഇനി മത്തനിലെ വഹുവ അഅമ്മു എന്ന ആ ഹുവ എന്ന ദമീർ അഖസ്സിലേക്കും മടക്കാം. അതാണ് ശാരിഹ് ഇവിടെ വിശദീകരിക്കുന്നത്. വലക അൻ തഹ്മില, നിനക്ക് ഹംല് ചെയ്യാം ഖൗലഹു, മുസന്നിഫിന്റെ ഖൗലിനെ, വഹുവ അഅമ്മു എന്ന ആ ഖൗലിനെ, അലാ ജവാബി സുആലിൻ മുഖദ്ദരി, മുഖദ്ദറായ ഒരു സുആലിന്റെ ജവാബിന്റെ മേൽ ഹംല് ചെയ്യാം. അപ്പൊ മുഖദ്ദറായ സുആലി ഏതാ? കഅന്ന ഖായിലൻ യഖൂൽ, ചോദിക്കുന്ന ആരോ ചോദിക്കുന്നത് പോലെ. അൽ അഖസ്സു, അഖസ് അലാമ ഉലിമ സാബിഖൻ, മുമ്പ് മനസ്സിലാക്കിയതനുസരിച്ച്. അഖസ് എന്ന് പറഞ്ഞാൽ അൽ കുല്ലിയുൽ ലദി യസ്ദുഖു അലൈഹി കുല്ലിയുൻ ആഖറു എന്നല്ലേ അഖസിനർത്ഥം. ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? വഖദ് യുഖാലു, ചിലപ്പോൾ പറയപ്പെടും, അൽ ജുസ്ഇയ്യു, ജുസ്ഇ എന്ന പദം പറയപ്പെടും, ലിൽ അഖസ്സു മിനശ് ശൈഇ, അഖസ്സു മിനശ് ശൈഇ എന്ന അർത്ഥത്തിന് പറയപ്പെടും. അഖസ്സു മിനശ് ശൈഇ, അപ്പൊ അഖസ്സു എന്ന് പറഞ്ഞ അഖസ്സു മിനശ് ശൈഇ എന്ന അർത്ഥത്തിൽ. അഖസ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ ഇത്രയും ഇതുവരെ ശബ്ദം ഉണ്ടാക്കിയിരുന്നത് നിസ്ബകളെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു. ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്നത് നിസ്ബകളെ കുറിച്ചുള്ള ചർച്ചയായിരുന്നു. അവിടെ അഖസ്സും ആമ്മൊക്കെ നമ്മൾ പറഞ്ഞു. ഇൻസാൻ അഖസ്സാണ്, ഹൈവാൻ ആമ്മാണ് എന്നൊക്കെ പറഞ്ഞാൽ മറ്റൊന്നിൽ ഉൾപ്പെടുന്ന എല്ലാം ഉൾപ്പെടാത്ത അതിന്റെ താഴെയുള്ള കുല്ലിയെ. ആമ്മ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നിൽ ഉൾപ്പെടാത്തതും ഉൾപ്പെടുന്ന കുല്ലിയെ. അപ്പൊ അഖസ്സും ആമ്മൊക്കെ കുല്ലികളാണ്. അഖസ്സും ആമ്മുകളും എല്ലാം കുല്ലികളാണ്. അപ്പൊ അലാമ ഒലിമ സാബിഖൻ, മുമ്പ് മനസ്സിലാക്കിയതനുസരിച്ച് ഹുവ അഖസ് എന്ന് പറഞ്ഞാൽ അൽ കുല്ലിയു, അതൊരു കുല്ലിയ. അല്ലതി, എങ്ങനത്തെ കുല്ലിയെ? യസ്ദുഖു അലൈഹി, അതിന്റെ മേലിൽ സാദിഖാകും. കുല്ലിയുൻ ആഖറു, മറ്റൊരു കുല്ലിയെ സാദിഖാകും. സിദ്ഖൻ കുല്ലിയൻ, കുല്ലിയായ നിലക്ക് സാദിഖാകും. അങ്ങനത്തെ ഒന്നിനെ കുറിച്ചാണ് അഖസ് എന്ന് പറയല്. ഇപ്പൊ ഇൻസാൻ അഖസാണ്, കാരണം ആ ഇൻസാൻ എല്ലാം ഹൈവാനാണ് എന്ന് പറയാൻ പറ്റുന്നുണ്ട്. വലാ യസ്ദിഖു ഹുവ, ആ മറ്റൊരു കുല്ലിയെ സാദിഖാകുന്നില്ല. അലാ ദാലികൽ, വലാ യസ്ദിഖു ഹുവ, ഈ കുല്ലിയെ സാദിഖാകുന്നില്ല. അലാ ദാലികൽ ആഖരി, ആ മറ്റേ കുല്ലിയുടെ മേൽ. എന്ന് പറഞ്ഞാൽ ഹൈവാൻ എല്ലാം ഇൻസാനാണ് എന്ന് പറയാൻ പറ്റൂല. ഇൻസാൻ എല്ലാം ഹൈവാനാണ് എന്ന് പറയാൻ പറ്റും. അങ്ങനെയുള്ള അത്തരം ഇൻസാൻ പോലത്തെ ഒരു കുല്ലിയനാണ് അഖസ് എന്ന് പറയുന്നത്. കദാലിക, അപ്രകാരം സാധിക്കാവുക എന്ന് പറഞ്ഞാൽ കുല്ലിയായിട്ട് സാധിക്കാവൂല. ഹൈവാനെല്ലാം ഇൻസാനാണ് എന്ന് കുല്ലിയായിട്ട് സാധിക്കാവൂല. ഇൻസാനെല്ലാം ഹൈവാനാണ് എന്ന് അങ്ങോട്ട് കുല്ലിയായിട്ട് സാധിക്കായിരുന്നു എങ്കിൽ വൽ ജുസ്ഇ ഇളാഫി, ഇവിടെ ചർച്ച ജുസ്ഇ ഇളാഫിയാണല്ലോ. ജുസ്ഇ ഇളാഫി ആവുമ്പോൾ ലാ യൽസമു അൻ യകൂന കുല്ലിയൻ, അത് കുല്ലിയാവണം എന്നില്ലല്ലോ. ഈ ജുസ്ഇ ഇളാഫിനെ കുറിച്ച് അഖസ്സു മിനശ് ശൈഇ എന്നല്ലേ പറഞ്ഞത്. അപ്പൊ അഖസ് ആവണമെങ്കിൽ കുല്ലിയാവണ്ടേ, ജുസ്ഇ ഇളാഫി ആവണമെങ്കിൽ കുല്ലിയാവണം എന്നില്ലല്ലോ എന്നൊരു ചോദ്യം വരും. ബൽ, മറിച്ച് ഖദ് യകൂനു, ഈ ജുസ്ഇ ഇളാഫി ആകും ജുസ്ഇയൻ ഹഖീഖിയൻ, ചിലപ്പോൾ ജുസ്ഇ ഹഖീഖിയൻ കൂടി ആയിരിക്കും. അപ്പൊ തഫ്സീറുൽ ജുസ്ഇ ഇളാഫി, ജുസ്ഇ ഇളാഫിനെ കുറിച്ച്, ജുസ്ഇ ഇളാഫി എന്നാൽ എന്താണെന്ന് അവിടെ പറഞ്ഞത്? അഖസ്സു മിനശ് ശൈഇ എന്ന വിശദീകരിച്ചതിൽ അഖസ്സി, അഖസ്സു കൊണ്ടാണ് അതിന് വിശദീകരണം നൽകിയത്. അഖസ്സാവണമെങ്കിൽ കുല്ലിയാവണ്ടേ, ഇത് കുല്ലിയാകുന്നില്ലല്ലോ. അപ്പൊ ഇളാഫി ജുസ്ഇ മുഴുവത്തിനെയും ഇത് ഉൾപ്പെടുത്തുന്നില്ലല്ലോ. ഇത് തഫ്സീറും ബിൽ അഖസ്സാണ്, അഖസ് കൊണ്ടുള്ള തഫ്സീറാക്കലാണ്. എന്നാണ് മുഴുവൻ ഉൾപ്പെടുത്താത്ത ഒരു തഫ്സീറാക്കലാണല്ലോ എന്നൊരു ചോദ്യം. അപ്പൊ ആ ചോദ്യത്തിന് മറുപടി ഫാജാബ, എന്ത് മറുപടി?
നിങ്ങൾ ആ മനസ്സിലാക്കിയ ആ അഖസ് അല്ല ഇവിടെ. വഹുവ ഇവിടെ പറഞ്ഞ അഖസ് അഅമ്മു വിശാലമായ അർത്ഥത്തിലുള്ള ഒരു അഖസാണ്. ആ നൗ ഹഖീഖിയും ജുസ്ഇയ്യ ഹഖീഖിയും ജുസ്ഇയ്യ ഇളാഫിയും എല്ലാം ഉൾപ്പെടുന്ന ആ വിശാലമായ അർത്ഥത്തിലുള്ള ഒരു അഖസാണ്. ജുസ്ഇയും കുല്ലിയും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അയിൽ അഖസ്സുൽ മദ്കൂറു ഹാഹുന ഇവിടെ പറഞ്ഞ അഖസ് അഅമ്മു അഅമ്മാണ്, വെറും കുല്ലിയ മാത്രല്ല. മിനൽ അഖസ്സി നിങ്ങളാ മനസ്സിലാക്കിയ അഖസ്സിനേക്കാൾ ഇത് അൽ മാലൂമി സാബിഖൻ ആനിഫൻ ഇപ്പൊ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയ അഖസ്സിന്റെ മാന ഇങ്ങനെ കുല്ലിയാണെന്ന് പറഞ്ഞല്ലോ, അതിനേക്കാൾ അഅമ്മാണ്. ജുസ് ഹഖീഖിയും കൂടിയും ഉൾപ്പെടുന്ന വിധത്തിലാണ്. അപ്പൊ വഹുവാമു എന്ന് പറഞ്ഞത് ഈ അഖസ്സിനെ കുറിച്ചാണ്. ഈ ജുസ്ഇ ഇളാഫി അഅമ്മാണോ അല്ലേ എന്നുള്ളതിനെ കുറിച്ചല്ല. പക്ഷെ ഈ പറഞ്ഞതിൽ നിന്ന് ജുസ്ഇ ഇളാഫി അഅമ്മാണ് ജുസ്ഇ ഹഖീഖിനേക്കാൾ എന്ന കാര്യവും അതിൽ നിന്ന് ലാസിമായി കിട്ടും. വമിൻഹു യുലമു ഇതിൽ നിന്ന് അറിയപ്പെടാം അന്നൽ ജുസ്ഇയ്യ ബിഹാദൽ മാന ഈ അർത്ഥത്തിലുള്ള ഈ ജുസ്ഇ ഇളാഫി അത് അഅമ്മു മിനൽ ജുസ്ഇ ഹഖീഖി ജുസ്ഇ ഹഖീഖിനേക്കാളും അത് അഅമ്മാണ് എന്ന സംഗതി നമ്മൾ നേരത്തെ അർത്ഥം വെച്ചിരുന്നത് നേർക്ക് നേരെ ആ ആശയമായിരുന്നു. അതും ഈ പറഞ്ഞീമെന്ന് കിട്ടും. ഫയഉലമു ബയാനുൻ നിസ്ബത്തി അപ്പൊ അത് തമ്മിലുള്ള നിസ്ബനെ ബയാൻ ചെയ്യൽ അതറിയപ്പെടും. ജുസ്ഇ ഹഖീഖിയും ജുസ്ഇ ഇളാഫിയും തമ്മിലുള്ള ആ നിസ്ബനെ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എന്നുള്ള കാര്യം അറിയും. ഇൽത്തിസാമൻ എന്ന നിലക്കറിയും. അതായത് ലാസിമായി കിട്ടിപ്പോരാണ്. ഇവിടെ പറഞ്ഞ പച്ചയിൽ പറഞ്ഞതല്ല, മുതാബക്കല്ല. വഹുവന്റെ ദമീർ നേരെ ജുസിയിലേക്ക് മടക്കി പറയുമ്പോൾ അതാണ് അവിടുത്തെ മുതാബക്കായിട്ട് മെയിനായിട്ട് പറയുന്നത്. വഹുവന്റെ ദമീർ അഖസ്സിലേക്ക് മടക്കി പറയുമ്പോൾ മറ്റൊരു വിഷയം അവിടെ പറയുകയും എന്നാൽ നമ്മൾ ആദ്യം അർത്ഥം വെച്ച ആ ആശയം ഇവിടുന്ന് കിട്ടിപ്പോരുകയും ചെയ്യും. വഹാദ ഈ പറഞ്ഞ പോയിന്റ് മിൻ ഫവായിദി ബാലി മശായിഖിന നമ്മുടെ ഉസ്താദുമാരിൽ ചിലരിൽ നിന്ന് കിട്ടിയ ഒരു ഫായിദയാണ്. തോബല്ലാഹു സറാഹു നമ്മൾ നബ്ബറല്ലാഹു മർഖദ എന്നൊക്കെ ദ്വാരക്കൂലേ എന്ന മാതിരിയുള്ളൊരു ദ്വാ. അള്ളാഹു എല്ലാരെയും ഖബർ വിശാലമാക്കി തരട്ടെ, സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി തരട്ടെ.